കഴിഞ്ഞ 24 മണിക്കൂറായി അതിശക്തമായ ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തുകയാണ് ഹിസ്ബുള്ള. ആ ആക്രമണത്തിന്റെ വിവരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, തുറമുഖ നഗരമായ ഹൈഫയുടെ വടക്ക് പടിഞ്ഞാറുള്ള സ്റ്റെല്ല മാരിസ് നാവികത്താവളത്തിൽ ഹിസ്ബുള്ള ആക്രമണം നടത്തി. നാവികത്താവളത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. ഇസ്രായേൽ ഇന്നത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇസ്രായേൽ തലകുലുക്കി സമ്മതിച്ചിരിക്കുന്നു. സ്റ്റെല്ല മാരിസ് നാവികത്താവളം മിസൈലുകൾ ഉപയോഗിച്ച്, ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഹിസ്ബുള്ള ആക്രമിച്ചു. തെക്കൻ ഹൈഫ നഗരത്തിലെ ഏലിയാക്കൻ പ്രവിശ്യയിലെ പട്ടാള ക്യാമ്പിന് നേരെയും ഹിസ്ബുള്ള ആക്രമണം നടത്തി. അതിലൊക്കെ ഉപരിയായിട്ട് ടെൽ അവീവിലെ വ്യോമ കേന്ദ്രത്തിന് നേരെ ഹിസ്ബുള്ളയുടെ ആക്രമണമുണ്ടായി. ശക്തമായ മിസൈൽ ആക്രമണമാണ് ടെൽ അവീവിലെ വ്യോമ കേന്ദ്രത്തിന് നേരെ ഉണ്ടായത്. ഇതോടുകൂടി രണ്ടും കൽപ്പിച്ച് ഹിസ്ബുള്ള ഒരുങ്ങി ഇറങ്ങി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം. ആക്രമണം ഇസ്രായേലിനെ തകിടം മറിച്ചിരിക്കുന്നു. ഇസ്രായേലിലുടനീളം അപായ സൈറനുകൾ മുഴങ്ങുന്നു. ഹിസ്ബുള്ള അടങ്ങുന്നില്ല. കലിയടങ്ങാതെ ഹിസ്ബുള്ള നിൽക്കുകയാണ്. കലിയടങ്ങാതെ നിൽക്കുന്ന ഹിസ്ബുള്ളയുടെ മാരക പ്രഹരമേറ്റ് ഇസ്രായേൽ തകർന്ന് തരിപ്പണമായി മാറുന്നു. ഖൊമൈനിയുടെ പ്രതിനിധി ലബണനിലെത്തിയത് ശ്രദ്ധേയം. ഖൊമൈനിലെ പ്രതിനിധി ലബണനിലെത്തി ഹിസ്ബുള്ള നേതാക്കളുമായി ചർച്ച നടത്തുകയാണ് ഇപ്പോൾ. അതിനർത്ഥം ഇനിയും തീവ്രമായ ആക്രമണങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകാം എന്നാണ്. സ്റ്റെല്ല മാരിസ് ഇസ്രായേലിന്റെ അഭിമാന നാവിക താവളമായിരുന്നു. അഭിമാന നാവിക താവളം എന്ന് തന്നെ പറയാം. ആ നാവിക താവളമാണ് ഹിസ്ബുള്ള ആക്രമിച്ചിരിക്കുന്നത്. ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ടെൽ അവീവിലേക്ക് വരെ ആക്രമണം നടത്താനുള്ള കരുത്ത് ഹിസ്ബുള്ളയ്ക്കുണ്ടെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഹമാസിനെ പോയി ഞോടിയതുപോലെയല്ല ഹിസ്ബുള്ള. ഹിസ്ബുള്ളയെ ചൊറിയാൻ പോയതാണ് ഇപ്പോൾ ഇസ്രായേലിന് വിനയായി മാറിയത്. ഹിസ്ബുള്ളയുമായി ഒരു ഒത്തുതീർപ്പിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ. കാരണം രക്ഷയില്ലെന്നേ. നാട്ടുകാർക്ക് രക്ഷയില്ല, സൈനികർക്ക് രക്ഷയില്ല. എന്തിന്? പ്രധാനമന്ത്രി നെതന്യാഹു ബങ്കറിലാണ്. ഇതാണ് ഇസ്രായേലിന്റെ സ്ഥിതി. ഈ സ്ഥിതി പുറം ലോകം അറിയില്ല. അതിനു പകരം ഇസ്രായേലിന് വാഴ്ത്തുപാട്ടും പാടിക്കൊണ്ട് ഒരുപാട് മാധ്യമങ്ങൾ വരും, പ്രത്യേകിച്ചും പാശ്ചാത്യ മാധ്യമങ്ങൾ. അവരൊക്കെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും വാഴ്ത്തുപാട്ട് പാടുന്ന മാധ്യമങ്ങളാണ്. അമേരിക്കയുടെ പടക്കപ്പലുകൾ, എബ്രഹാം ലിങ്കൻ അടക്കമുള്ള അഭിമാന പടക്കപ്പലുകൾ ഹൂതികൾ ആക്രമിച്ച വിവരം ദിവസങ്ങൾ കഴിഞ്ഞാണ് പുറത്തു വന്നത്. അമേരിക്ക മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവസാനം അമേരിക്കയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു ഹൂതികൾ ഈ എബ്രഹാം ലിങ്കൻ അടക്കമുള്ള പടക്കപ്പലുകൾക്ക് മേൽ ആക്രമണം നടത്തിയെന്ന്. അതുപോലെ തന്നെയാണ് ഇസ്രായേലിന്റെ കാര്യം. അവരാദ്യം ഒന്നും സമ്മതിക്കില്ല, പക്ഷെ പിന്നീട് അവർക്ക് സമ്മതിക്കേണ്ട ഒരു ഗതികേട് വരും. 7 സൈനികരാണ് കൊല്ലപ്പെട്ടത് ലബനോൻ അതിർത്തിയിൽ. ഹിസ്ബുള്ള കെണിവെച്ച് വീഴ്ത്തി തങ്ങളുടെ അതിർത്തി കടന്നെത്തുന്ന ഇസ്രായേലി സൈനികരെ കൊന്നൊടുക്കുകയാണ് ഹിസ്ബുള്ള. നിരവധി ഇസ്രായേൽ സൈനികർക്ക് പരിക്കുണ്ട്. മാത്രമല്ല അവരുടെ ടാങ്കുകളും കവചിത വാഹന വ്യൂഹങ്ങളും ഒക്കെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് ഹിസ്ബുള്ള. അതൊക്കെ ഇപ്പോൾ ഇസ്രായേൽ തലകുലുക്കി സമ്മതിക്കേണ്ട ഒരു ഗതികേട്ടിലേക്ക് എത്തി നിൽക്കുന്നു. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഒരു സമാധാനം, ഹിസ്ബുള്ളയുമായ ഒരു സമാധാനം, അതാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. പക്ഷേ സമാധാനം അകലെയാണ്. ഖൊമൈനിയുടെ പ്രതിനിധി ലെബനനിലെത്തിയത് സമാധാനം അത്ര പെട്ടെന്നൊന്നും ഉണ്ടാകില്ല എന്നത് സൂചിപ്പിക്കുന്നു. മാത്രമല്ല ഹിസ്ബുള്ള പറയുന്നത് ഗസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയാൽ തങ്ങൾ ആക്രമണം നിർത്താമെന്നാണ്. അതാണ് ഹിസ്ബുള്ള പറയുന്നത്. അവർക്കൊരു ആശയമുണ്ടെന്നേ. അവർക്ക് ആശയമുണ്ട്. ആ ആശയത്തിന്റെ അടിത്തറയിൽ നിന്നാണ് അവർ പൊരുതുന്നത്. ഏതായാലും ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ്, സ്റ്റെല്ല മാരിസ് നാവികത്താവളം ഹിസ്ബുള്ള തകർത്തിരിക്കുന്നു.